ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈറ്റ് സോസ് ക്രീമി ചിക്കൻ പാസ്ത ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് കളയണ്ട. ചിക്കൻ്റെ സ്റ്റോക്കും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പാസ്ത ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെന്നെ പാസ്ത ആണ് കേട്ടോ. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളടുത്ത് മക്രോണി ഒന്നുണ്ടെങ്കിൽ അതും എടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലും മതി, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരിപ്പക്കൊട്ടയിലേക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പാസ്തയിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഗ്രീനോ യെല്ലോ ഏതെങ്കിലും എടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ഹാഫ് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പാസ്തയിലേക്കുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 4 ടേബിൾ സ്പൂണും വെളുത്തുള്ളി ഉണ്ട്. ഇതിന് പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ. ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ പാസ്ത ഒന്ന് ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി ഒന്ന് റോസ്റ്റ് ചെയ്യുക. ആ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ, പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കരിഞ്ഞ് പോകാണ്ട് വേണം ശ്രദ്ധിക്കാൻ. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം കട്ടിയുള്ള പാലാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൈ വിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മൈദപ്പൊടി കട്ട ഒന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കും കൂടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
എന്നിട്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടി പോകരുത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. ഇത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഓവർ ചീസി ആയിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ഇല്ലയെന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാതെ ഇരിക്കേണ്ട കേട്ടോ, ഓപ്ഷണലാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. പാസ്ത ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്രീമും പാസ്തയും ഒന്ന് യോജിച്ച് കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.